നമസ്കാരം. നമുക്ക് ഏവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പഴച്ചെടിയെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. പഴങ്ങളുടെ റാണി എന്നറിയപ്പെടുന്ന മാംഗോസ്റ്റിൻ ചെടിയാണിത്. അപ്പോൾ അതിൻ്റെ രുചിയും ഒപ്പം അതിൻ്റെ പോഷക പ്രാധാന്യവും പരിഗണിച്ചാണ് അത്തരം ഒരു വിശേഷണം ഈ ചെടിക്ക് കിട്ടാൻ കാരണം. മറ്റ് പഴച്ചെടികളെ അപേക്ഷിച്ച് ഒരല്പം കാലതാമസം ഇത് കായ്ക്കാനുണ്ടാവും. അത് പലർക്കും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യം. കിട്ടാനൊക്കെയാണെങ്കിൽ 1.5-2 വർഷം കൊണ്ട് കായ്ക്കുമ്പോൾ ഇത് ഏറ്റവും കുറഞ്ഞ ഒരു 5 വർഷമെങ്കിലും നല്ല പരിചരണം കൊടുത്താൽ 6 വർഷമോ 7 വർഷമൊക്കെ എടുക്കും. ഇതിപ്പോൾ 5-ാമത്തെ വർഷം കായ്ച്ചാണ്. കഴിഞ്ഞ വർഷം ഇതിപ്പോൾ 6 വർഷമായി, 5-ാമത്തെ ഇത് 2ാമതാണ് കായ്ക്കുന്നത്. അപ്പം അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇത് ഇടവിളയായിട്ട് തെങ്ങിൻ്റെയും മറ്റും ഇടവിളയായിട്ട് കൃഷി ചെയ്യാൻ പറ്റും. അതായത് ഭാഗികമായിട്ട് ഷെയ്ഡിലും ഇത് വളരും. അത് കുറച്ച് തണൽ ആവശ്യമുണ്ട്. മറ്റിപ്പോൾ റംബുട്ടാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ശരിക്കും നല്ല വെയിൽ ആവശ്യമുള്ളതാണ്. ഇത് അത്ര ആ തരത്തിൽ ഫുൾ ടൈം വെയിൽ ആവശ്യമില്ല. ഒരു ഭാഗികമായ തണലത്ത് വളരും. അത് ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ്. പിന്നെ വേനൽക്കാലത്ത് നന്നായിട്ട് നനച്ചു കൊടുക്കണം. പുതയൊക്കെ ഇട്ട് ചുവട്ടിൽ നന്നായി ചപ്പിയവറൊക്കെ ഇട്ട് നന വളരെ അത്യാവശ്യമാണ്, വിശേഷം വേനൽക്കാലത്ത്. നടുന്നത് 3 കുഴിയെടുത്ത് 3 അടി നീളവും വീതിയും ആഴമുള്ള കുഴികളെടുത്ത് പുറത്തെടുക്കുന്ന ആ മണ്ണിൽ നന്നായിട്ടൊരു 10-15 കിലോ ചാണകപ്പൊടി, 1/2 കിലോ മുതൽ 1 കിലോ വരെ എല്ലുപൊടി അല്ലെങ്കിൽ വേപ്പും പിണ്ണാക്കും ഒക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് ആ കുഴി നികത്തി അതിനകത്താണ് ഈ തൈ നടേണ്ടത്. കാലവർഷത്തോടനുബന്ധിച്ച് നടുന്നതായിരിക്കും ഏറ്റവും നല്ലത്, വേനൽക്കാലത്ത് നടുന്നതിനേക്കാളും തൈ പിടിച്ച് കിട്ടാനൊക്കെ. മറ്റ് പല പഴച്ചെടികൾക്കും ഗ്രാഫ്റ്റഡ് തൈകൾ നടുന്നതായിരിക്കും നല്ലത്, പെട്ടെന്ന് കായ്ക്കാനും മാതൃഗുണമൊക്കെ കാണിക്കാനും ഒക്കെ. പക്ഷേ ഇതിനെ സംബന്ധിച്ചിടത്തോളം വിത്തുകൾ മുളപ്പിച്ച തൈകൾ നടുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. മറ്റ് ഗ്രാഫ്റ്റഡ് തൈകളും കിട്ടുമെങ്കിൽ തന്നെ അത് ഈ ഡ്രമ്മിലൊക്കെ വെക്കാനും കുറച്ച് വലിപ്പം കുറഞ്ഞായിരിക്കും. പക്ഷേ കൂടുതൽ കായ ഉണ്ടാകാനും നല്ല വലിപ്പത്തിലുള്ള കായകൾ ഉണ്ടാകാനും ഒക്കെ ഏറ്റവും നല്ലത് ഈ പറഞ്ഞ വിത്തുകൾ മുളപ്പിച്ച് ഉണ്ടാക്കുന്ന തൈകൾ നടുന്നത് തന്നെയായിരിക്കും. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിൻ്റെ തൈകൾ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ വളരെ ശ്രദ്ധ പുലർത്തണം. സീഷോർ മാംഗോസ്റ്റിൻ എന്ന് പറഞ്ഞ ഇതിനോട് ഏറെ സാദൃശ്യമുള്ള ഒരു ചെടി പല നഴ്സറികളിലും വിൽക്കപ്പെടുന്നുണ്ട്. അത്തരം ചെടികൾ വാങ്ങിച്ചു വെച്ചിട്ട് നിരാശരായ ഒരുപാട് കർഷകരുണ്ട്. അപ്പം ആ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കണം. അതിൻ്റെ ഇല കുറച്ച് കണ്ടു കഴിഞ്ഞാൽ തന്നെ കുറച്ച് വ്യത്യാസമുണ്ട്. കുറച്ചുകൂടെ താഴോട്ട് ഇങ്ങനെ നിൽക്കും, ഡ്രൂപ്പ് ചെയ്ത് നിൽക്കും. പിന്നെ ഇല കുറച്ചുകൂടെ ലൈറ്റ് പച്ചയായിരിക്കും. ഇങ്ങനെ കമ്പുകൾ കുറച്ചുകൂടെ താഴോട്ടായിരിക്കും ഇങ്ങനെ നിൽക്കും. പണം നഷ്ടപ്പെടുന്നത് മാത്രമല്ല, നമ്മുടെ വിലപ്പെട്ട 4-5 വർഷങ്ങൾ നമ്മൾ ഇതിനായിട്ട് വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കും. അവസാനമായിരിക്കും അറിയുന്നത് ഇത് യഥാർത്ഥ മാംഗോസ്റ്റിൻ അല്ലെന്ന്. ഇതുപോലെ തന്നെ പൂക്കുകയും കായ്ക്കുകയും ഒക്കെ ചെയ്യും. പക്ഷേ അതിന് വളരെ പുളിയുള്ള, അത്ര രുചികരമല്ലാത്ത പഴങ്ങളാണ് ഇതിലുണ്ടാകുന്നത് എന്നുള്ളതുകൊണ്ട് ഈ തൈകൾ തിരഞ്ഞെടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. മാർച്ച് മാസം ഇത് പൂവിട്ട് കായ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ കാലാവസ്ഥാ വ്യതിയാനം കാരണം ചിലപ്പോൾ പ്രാദേശികമായി ഈ സമയത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസമൊക്കെ വന്നേക്കാം. പഴങ്ങളുടെ റാണി എന്ന ആ വിശേഷണം അന്വർത്ഥമാക്കുന്ന ഒരുപാട് സവിശേഷതകളുള്ള ഈ പഴച്ചെടി ഒരു എണ്ണമെങ്കിലും നമ്മുടെ തൊടികളിൽ നട്ടു വളർത്താൻ ശ്രദ്ധിക്കുക. നമുക്ക് വളരെ സ്വാദിഷ്ടമായ ഫലങ്ങൾ നമ്മുടെ തൊടിയിൽ നിന്ന് തന്നെ, നമ്മുടെ കൈകൊണ്ട് നട്ട് നനച്ച് വളർത്തിയ ചെടിയിൽ നിന്ന് തന്നെ കിട്ടുമ്പോഴുള്ള ആ ആത്മസംതൃപ്തി നമുക്ക് അനുഭവിച്ചറിയാം.